താമരയ്ക്ക് വോട്ട് ചോദിക്കുന്ന ഇടത് പ്രവർത്തകരെ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാകില്ല. എന്നാൽ താമരയ്ക്ക് വോട്ട് ചോദിക്കുകയാണ് അടൂർ നഗരസഭയിൽ LDFന്റെ പ്രവർത്തകർ. ഞെട്ടണ്ട, സ്ഥാനാർത്ഥിയുടെ പേരാണ് താമര എന്ന്. 27-ാം വാർഡിൽ LDF സ്വതന്ത്രയായി മത്സരിക്കുന്ന പൊൻതാമര പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇടതുമുന്നണിക്ക് വേണ്ടി താമരയ്ക്ക് വോട്ട് ചെയ്യണം. വീട്ടിൽ വോട്ട് ചോദിച്ചെത്തുന്ന ഇടതു പ്രവർത്തകരുടെ ആവശ്യം കേട്ട് വോട്ടർമാർ ഒന്നമ്പരന്നു. താമരയ്ക്ക് വോട്ടോ? ഇലക്ഷൻ പ്രചാരണമൊക്കെ എങ്ങനെ പോകുന്നു? ഞാനേ വേറൊരു കാര്യം പറഞ്ഞിട്ട് ഇങ്ങനെ വന്നതാ. നിങ്ങൾ സഹാക്കള് താമരയ്ക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുന്നു എന്നിങ്ങോട്ടൊരു അത്ഭുതത്തിൽ വന്നേ. എന്താ സംഭവം? അത്ഭുതം? താമരക്കാണ് ഞങ്ങൾ വോട്ട് പിടിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച താമരയല്ല. നിങ്ങൾ ഉദ്ദേശിച്ച താമര ഞങ്ങൾ പിഴുത് കളയും. അപ്പൊ ഇതേതാ ഈ താമര? ആ താമര അറിയില്ല, കാണിച്ചു തന്നു. കൗതുക. അടൂർ നഗരസഭ 27-ാം വാർഡിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയാണ് പൊൻതാമര. താമരയ്ക്ക് വോട്ട് പിടിക്കുന്ന തിരക്കിലാണ് വാർഡിലെ LDF പ്രവർത്തകർ. പേരിലെ കൗതുകം ഗുണമാകുമെന്നാണ് പൊൻതാമര കരുതുന്നത്. പേരിലെ കൗതുകം എന്ന് പറഞ്ഞിരുന്നാൽ എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛനമ്മമാർ എനിക്കിട്ട പേരാണ്. അതിപ്പോൾ എനിക്ക് മാറാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ്, അതൊരു കൗതുകമായിട്ട് എല്ലാവരും കാണുന്നുണ്ട്. നിലവിൽ അടൂർ നഗരസഭ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ഇത്തവണയും താമര ചിഹ്നക്കാരുടെ തണ്ടൊടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് പേരിൽ മാത്രം താമരയുള്ള പൊൻതാമര. വ്യക്തിപരമായിട്ട് എനിക്ക് വാർഡിൻ്റെ എല്ലാ വീടുകളും എണ്ണിപ്പറക്കി വ്യക്തികളെ അറിയാം. വ്യക്തിപരമായിട്ട് എല്ലാവരെയും എനിക്കറിയാം. ആ പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. അടൂർ മുൻ MLAയും CPIM സംസ്ഥാന കമ്മിറ്റി അംഗവുമായിരുന്ന R ഉണ്ണികൃഷ്ണപിള്ളയുടെ ഭാര്യയാണ് സ്ഥാനാർത്ഥി. വനിതാ വാർഡിൽ BJPയും കോൺഗ്രസും ശക്തമായ മത്സരവുമായി രംഗത്തുണ്ട്. അങ്ങനെയിരിക്കെ താമരയ്ക്ക് വോട്ട് ചോദിക്കുന്ന കൗതുകത്തിലാണ് ഇടതു പ്രവർത്തകരും. ന്യൂസ് മലയാളം, പത്തനംതിട്ട.